Hi everyone, welcome back to another video. അപ്പൊ സ്വിച്ച് ഇട്ടതുപോലെയാണ് ഇപ്പൊ ക്ലൈമറ്റ് ഒക്കെ ചേഞ്ച് ആവുന്നത് അല്ലേ. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ല വെയിലായിരുന്നു. നിമിഷ നേരം കൊണ്ട് നമ്മളൊരു ഷോപ്പിൽ കയറി ഇറങ്ങിയപ്പോഴേക്കും കഥയൊക്കെ മാറി. ഭയങ്കര കാറ്റും നല്ല മഴക്കോളുമാണ് കാണുന്നത് കേട്ടോ. പെട്ടെന്ന് തന്നെ ഭയങ്കരമായിട്ട് തണുപ്പും കൂടി. അതുപോലെ തന്നെ അന്നത്തെ ദിവസം നമുക്ക് ആലിപ്പഴ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ കുറവായിരുന്നു വീണത്, പക്ഷെ നമ്മുടെ ജാഗ്രബിൽ അങ്ങോട്ടേക്കൊക്കെയുള്ള ഏരിയയിൽ നല്ല സ്നോഫോൾ പോലെ വീണിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിന്റെ അടുത്ത ദിവസങ്ങളിലൊക്കെ തന്നെ അത് റോഡിൽ അങ്ങനെ തന്നെ ഫ്രീസായി കിടപ്പുണ്ടായിരുന്നു കേട്ടോ. ഇത് ഒരാഴ്ച മുമ്പുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ആഴ്ച കംപ്ലീറ്റ് നമുക്ക് മഴയായിരുന്നു. ഇപ്പൊ മഴ ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ ലാസ്റ്റ് വീഡിയോയില് ഞാൻ നമ്മുടെ ജാഗ്രബിൽ പോയ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ബാലൻസ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഒരു സെക്കൻഡ് ഹാൻഡ് ഷോപ്പിലാണ് കയറിയിട്ടുള്ളത്. ഞാൻ മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ പോയിട്ട് ഞാൻ നമ്മളിപ്പം ക്ലൈമറ്റ് മാറിയല്ലോ, അതായത് ലാസ്റ്റ് ആകുമ്പോൾ നമ്മൾ നല്ല വിന്ററിൽ നിന്ന് നമ്മൾ എൻഡിലേക്ക് എത്തുമ്പോൾ നമുക്ക് വേണ്ടത് നൈസ് ആയിട്ടുള്ള ജാക്കറ്റാണ്. അപ്പൊ നമ്മൾ ഈ കാണുന്നതെല്ലാം ബ്രാൻഡഡ് സാധനങ്ങളാണ് കേട്ടോ. ഇത് നമ്മൾ സെക്കൻഡ് ഹാൻഡ് ഷോപ്പിൽ വരുമ്പോൾ ഈ ബ്രാൻഡഡ് സാധനങ്ങളൊക്കെ വിലക്കുറവായിരിക്കും. ചെറിയ ഡാമേജ് ആയിരിക്കും, അതായത് ചെറുതായിട്ട് ബട്ടൺസിന്റെ ഹാഫ് പീസ് പോയിട്ടുണ്ടാവുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കേട്ടോ. ഒടുവിൽ ഞാൻ ഈ ജാക്കറ്റാണ് സെലക്ട് ചെയ്തത്. അപ്പൊ നമ്മൾ ഇനി ഒരു ട്രാം കയറിയിട്ട് നേരെ നമ്മൾ ഏഷ്യൻ ഗ്രോസറി ഷോപ്പിലേക്ക് പോകാൻ പോവാണ് കേട്ടോ. അപ്പൊ സ്പൈസ് ബസാറിലേക്ക് പോകാം നമുക്ക്. അപ്പൊ ഈ സ്പൈസ് ബസാർ ഷോപ്പ് ഇരിക്കുന്ന സ്ഥലത്തിന് ഞങ്ങളെ ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ പറയുന്നത് നാലുമുക്കെന്നാണ്. കാരണം 4 റോഡ് വന്ന് ചേരുന്ന സ്ഥലത്തായതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ നമ്മുടെ നോർമൽ ആയിട്ടുള്ള ഇന്ത്യൻ ഗ്രോസറി ഐറ്റംസ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ്, എല്ലാ ഷോപ്പിലെയും പോലെ തന്നെ. അതൊന്നും ഞാൻ പ്രത്യേകിച്ച് റെക്കോർഡ് ചെയ്തിട്ടില്ല, നമ്മൾ വേറെ ഒരുപാട് വീഡിയോസിൽ ഓൾറെഡി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടല്ലോ. മാത്രമല്ല നമ്മുടെ ദുബോസേലയിൽ ഒരു പുതിയ ഏഷ്യൻ സ്റ്റോറും കൂടി ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അവിടെ പോകാനാണ് ഏറ്റവും എളുപ്പം. അപ്പൊ ഞാൻ വളരെ കുറച്ച് ഫ്രഷ് വെജിറ്റബിൾസും അതുപോലെ നമ്മുടെ ഏത്തപ്പഴം പഴുത്തിട്ട് തൊലിയെല്ലാം കറുത്തത് അവർ കളയാൻ വേണ്ടി വെച്ചിരിക്കണം. കളയാനല്ല, ഇത് ആക്ച്വലി കിലോയ്ക്ക് €1 നമുക്ക് എടുക്കാം കേട്ടോ. ഇത് പഴംപൊരി ഉണ്ടാക്കാനും അതുപോലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് യൂസ് ചെയ്യും. കാര്യം തൊലിയുടെ കളർ അത്ര ആയിട്ടുണ്ടെന്നേ ഉള്ളൂ, പഴത്തിന് ഒരു കേടുമില്ല കേട്ടോ. അപ്പൊ ഈ വെജിറ്റബിൾസ് ആയിക്കോട്ടെ ഫ്രൂട്ട്സ് ആയിക്കോട്ടെ ഇതിന്റെ ആ ഒരു എന്താ പറയുക ഫ്രഷ്നെസ് കുറയുന്ന അനുസരിച്ച് അതിന്റെ റേറ്റ് കുറയും കേട്ടോ. അപ്പൊ നമുക്ക് എന്താണോ ആവശ്യം അതനുസരിച്ച് നമുക്ക് എടുക്കാം. അപ്പൊ ഞാനൊരു മാംഗോ ഫെലോഡയുടെ ഒരു ഡ്രിങ്ക് ഒക്കെ കുടിച്ചിട്ട് നേരെ ഒരു ട്രാമിൽ കയറി. നമ്മുടെ നെക്സ്റ്റ് അടുത്ത് തന്നെയാണ്, റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ്. Don't know if I can find my way out.
ട്രെയിനിലാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് എത്താം കേട്ടോ. നമുക്ക് 4ാമത്തെ പ്ലാറ്റ്ഫോം ആണ്. അതുപോലെ ഇതാണ് കേട്ടോ ട്രെയിൻ ടിക്കറ്റ്. നമുക്ക് ഓൺലൈനായിട്ട് എടുക്കാം, അതുപോലെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും എടുക്കാവുന്നതാണ്. അതിനെയൊക്കെ കുറിച്ചിട്ടുള്ള വീഡിയോസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ നമ്മുടെ സ്റ്റോപ്പിൽ ട്രെയിൻ ഇറങ്ങി ഞാൻ വെയിറ്റ് ചെയ്യാണ്. എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി 2 പേരും ഇപ്പൊ വരും. ഇന്നത്തെ ദിവസം ഞാൻ ഒറ്റയ്ക്കായിരുന്നു. കുറേ നാളൊക്കെ ശേഷമാണ് കേട്ടോ ഞാൻ ഒറ്റയ്ക്കായിട്ട് ഒന്ന് ഫ്രീ ആയിട്ട് പോയിട്ട് വരുന്നത്. പിന്നെ ഈ കാണുന്നത് നമ്മൾ സൈക്കിളൊക്കെ വെച്ചിട്ട് ലോക്ക് ചെയ്ത് പോകാൻ പറ്റുന്ന സംഭവമാണ് കേട്ടോ. അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയുടെ വക സൈക്കിളും ഉണ്ട്. പിന്നെ ഈ കാണുന്നത് ആപ്പിൾ മരമാണ് കേട്ടോ. ഇനിയിപ്പോൾ ഓഗസ്റ്റ് സെപ്റ്റംബർ ആകുമ്പോഴേക്കും നമ്മൾ ആപ്പിളിന്റെ ഒരു ടൈം ആയിരിക്കും കംപ്ലീറ്റ്. അപ്പൊ ഈ കാണുന്നത് കേട്ടോ മുനിസിപ്പാലിറ്റിയുടെ സൈക്കിള്. ഇതുപോലത്തെ മെയിൻ സ്ഥലങ്ങളിൽ റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ് ഇങ്ങനത്തെ ഏരിയകളിലൊക്കെ ഇത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ പരിപാടിയൊക്കെ ചെയ്തിട്ട് നമുക്ക് ചെറിയ റൈഡൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു കൊണ്ടുവയ്ക്കാവുന്നതാണ്. ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ സാഗ്രബിലെ മലയാണ്. അപ്പോ മുമ്പ് ഞങ്ങൾ അവിടെ മലയുടെ ഏതാണ്ട് അടുത്തായിട്ടാണ് താമസിച്ചിരുന്നത്. അപ്പൊ എന്നെ കൊണ്ടുപോകാൻ വേണ്ടി 2 പേര് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇത്രയുള്ള ഗൈസ്, വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.